ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ജേർണലിങ് തുടങ്ങിയതിൻ്റെ ശേഷം അതുമായി ബന്ധപ്പെട്ട എന്ത് സാധനം കാണുകയാണെങ്കിലും ഓർഡർ ചെയ്യും. ഇന്നിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതിൽ കുറച്ചെണ്ണം എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. നല്ല പാക്കേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതോരോന്നും നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് ഇതിൽ എന്താ നോക്കാം, വാഷി ടേപ്പാണെന്നാണ് എൻ്റെ ഒരു സംശയം. ഇതിൽ 30 വാഷി ടേപ്പിൻ്റെ ഒരു 3 സെറ്റാണ്. അപ്പോൾ ആ സെറ്റായിട്ട് വരുന്ന വാഷി ടേപ്പ്സ് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. നല്ല ഭംഗിയുള്ള ക്യൂട്ട് കളറുകളാണ്. ഞാൻ വിചാരിച്ചതിലൊക്കെ ക്വാളിറ്റി ഉണ്ട്. ക്യൂട്ടായിട്ടുള്ള ജേർണൽസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കളേഴ്സ് മസ്റ്റാണ്. അതുകൊണ്ട് ഈ ലൈറ്റ് കളേഴ്സ് മേടിച്ചതാണ്. പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിട്ട് ഒക്കെ പോണതാണ്. പിന്നെ ഈ പിങ്ക് ഗേളി ആണെങ്കിൽ കൂടി നല്ല ഭംഗിയുണ്ട്. പിന്നെ വിൻറ്റേജിനൊക്കെ ആപ്റ്റാണ് ഈ ഒരു ടൈപ്പ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വാഷി ടേപ്പ്സ് നല്ല കളേഴ്സാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വാഷി ടേപ്പ്. അടുത്ത പാക്കേജ് നമുക്ക് പൊട്ടിക്കാം. ഇത് ഗ്ലൂ ടേപ്പാണ് എന്നാണ് എൻ്റെ നോട്ടം. ഒന്നുകൂടി നോക്കാം. ആക്ച്വലി നമ്മൾ ഈ പാക്കേജ് പൊട്ടിക്കുന്നത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. പാക്കേജ് ഇങ്ങനെ കറക്റ്റായിട്ട് തുറക്കുക, വലിച്ച് കീറുക, അങ്ങനെയുള്ളതൊക്കെ നല്ല രസമുള്ള കാര്യമല്ലേ. ഗ്ലൂ ടേപ്പാണ്. ഗ്ലൂ ടേപ്പ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. കറക്ഷൻ ടേപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഗ്ലൂ ടേപ്പ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ചൈനീസ് പ്രോഡക്റ്റാണ്. പിന്നെ എന്താണ്, ഇപ്പോൾ എല്ലാ ജേർണൽ ചെയ്യണവരും മറ്റേ ക്രാഫ്റ്റ് വർക്കിനൊക്കെ എല്ലാവരും യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിത് വാങ്ങിയത്. ജസ്റ്റ് ഒന്നൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇപ്പോൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. കറക്ഷൻ ടേപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ചൈനീസ് പ്രോഡക്റ്റാണ്. എന്താണ് ഇതിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കറക്ഷൻ ടേപ്പ് പോലെ തന്നെയാണ് വീഡിയോസിലൊക്കെ കണ്ടിട്ട്. ഞാൻ കുറേ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് ഇത്. പിന്നെ ഞാൻ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടോ. നല്ല സുഖമാണ് ഇത്. പിന്നെ നമ്മൾ പശൻ്റെ പോലെയല്ല. പിന്നെ പ്രത്യേകിച്ചും ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പശയാക്കി കഴിഞ്ഞാൽ ചില സ്ക്രാപ്പ് പേപ്പറും കളർ പേപ്പേഴ്സൊക്കെ ഫെയ്ഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ കളർ ചേഞ്ച് ആവുന്നുണ്ട്. ഇത് അതൊന്നും പ്രശ്നമല്ല. തൊടുമ്പോൾ നമുക്ക് അപ്പം സ്റ്റിക്കി ആയിട്ട് തോന്നണില്ലെങ്കിലും പിന്നെ ഞാനത് പ്രോപ്പർ പേപ്പറിൽ പരീക്ഷിച്ച് നോക്കി. അപ്പോൾ പരീക്ഷിച്ച് നോക്കുമ്പോൾ വളരെ സുഖമാണ്. ഒരു ടേപ്പ് പോലെ തന്നെയാണ്, പക്ഷേ രണ്ട് പുറം സ്റ്റിക്കി ആയിട്ട് അത് ഇങ്ങനെ ഗ്ലൂ വന്ന് ടേപ്പ് പോലെ നിൽക്കുകയാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഗ്ലൂ ടേപ്പ് 2 പീസുണ്ട്. ഇനി അടുത്ത പാക്കേജ് എന്താണെന്ന് നോക്കാം. അടുത്തത് ഞാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള, അപ്പോൾ തന്നെ എൻ്റെ സഹായി എത്തിയിട്ടോ. എൻ്റെ വലതുവശത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ അവൻ്റെ കയ്യും കാലും കേട്ടോ ഫുള്ളുണ്ടാവുക. ഓക്കെ. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഇപ്പോൾ ഒരു ക്യൂട്ട് ഗേളി ടൈപ്പ് സ്റ്റിക്കേഴ്സാണ്. ഇതൊക്കെ നല്ല ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് നല്ല പ്രയാസമാണ്. ഞാനിത് കുറച്ച് സ്പീഡിലാണ് ഇത് ഇട്ടിട്ടുള്ളത്. എന്നാൽ തന്നെ ഇത് പിന്നെ എന്താണ്, ഒരുപാട് ടൈം കൺസ്യൂം ആയിട്ടത്. ക്യൂട്ടായിട്ടുള്ള പല കളേഴ്സിലുള്ള ക്യൂട്ട് ജേർണലിങ് സ്റ്റിക്കേഴ്സാണ്. ഗേളി സ്റ്റിക്കേഴ്സാണ്. ഹാപ്പി ഗേൾ അങ്ങനെ എന്തോ ഒരു തീം വന്നിട്ടുള്ളത്. ഇതിൽ 20 ഷീറ്റാണ് വരുന്നത്. അപ്പോൾ 20 ഷീറ്റ് ഞാൻ അത് മടങ്ങിയിട്ടായിരുന്നു, ഞാനൊന്ന് നിർത്തി. അപ്പോൾ ഇതാണ് ആ സ്റ്റിക്കേഴ്സ് വരുന്നത്. ഇനി ഓരോന്നും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കുക. അയ്യോ, ഇത് പിന്നെ എന്താണ്, ഇവിടെ വരുമ്പോൾ ശരിക്കും കാണുന്നില്ല അല്ലേ. അപ്പോൾ ഞാനൊന്ന് സ്റ്റിക്കേഴ്സ് ലൈറ്റ് അടിച്ചിട്ട് കറക്റ്റ് കാണുന്നില്ല. ഞാനൊരു നോട്ട്ബുക്കിൽ ഞാൻ വെച്ചിട്ട്, അല്ലെങ്കിൽ വെള്ള പേപ്പറിൽ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ സ്റ്റിക്കേഴ്സും കാണാം. നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കേഴ്സ് പല കളേഴ്സിൽ വരുന്നുണ്ട്. പിങ്ക് വരുന്നുണ്ട്, വയലറ്റ് വരുന്നുണ്ട്, ഗ്രീന് വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ പല കളേഴ്സിലും ഉണ്ട്. അപ്പോൾ ഇതിലൊരു ശരിക്കും പറയുകയാണെങ്കിൽ സ്റ്റിക്കേഴ്സിൻ്റെ ഒരു ഭംഗി അറിയാത്തത് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ഇത് ചൈനീസ് തീം ഹാപ്പി ഗേൾ തീമാണ്. 20 ഷീറ്റ് വരുന്നുണ്ട്. ധാരാളം സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതിൻ്റെ വില 100 സംതിങ് ആണ് വരുന്നത്. ഞാനത് ഓരോന്ന് ഷോർട്സിൽ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ഞാൻ അതിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ലാസ്റ്റ് സ്റ്റിക്കേഴ്സാണ്. ലാസ്റ്റ് സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ ജേണലിന് പറ്റിയിട്ടുള്ള നല്ല സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഇതൊരു പീസ് എണ്ണം കണക്കാക്കിയിട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 50 പീസസ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് ഷീറ്റായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. 2 ഷീറ്റാണ് അതിലുള്ളത്. നല്ല സ്റ്റിക്കേഴ്സാണ്. ഞാൻ 50 പീസസ് എണ്ണീറ്റായതുകൊണ്ട് ഞാനത് എടുത്തതാണ്. നല്ല ഒരു A4 സൈസിൽ അത്യാവശ്യം വലിയ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിക്കി ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് 2 പേജാണ്. ഇതിൻ്റെ വിലയും ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ഞാനത് ആ ടൈമിൽ എനിക്കറിയാമായിരുന്നു. പിന്നെ മീഷോയിൽ നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു സഡൻ ഓഫറൊക്കെ കിട്ടില്ല. അങ്ങനെയൊക്കെ പാടെ എനിക്ക് ചെറിയ പൈസ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതും 4ഉമാണ് ഞാൻ മീഷോന്ന് ഇപ്പോൾ വാങ്ങിയിട്ടുള്ള 4 ഐറ്റംസ്. അപ്പോൾ ജേണലിങ്ങിന് താല്പര്യമുള്ളവരും ഇഷ്ടമുള്ളവരും അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സാണ് വാങ്ങിയത്. വാഷി ടേപ്സും സ്റ്റിക്കേഴ്സും ഒക്കെ ജേണലിങ്ങിനായിട്ട് വാങ്ങിയതാണ്. പിന്നെ ജേണലിങ്ങിന് വേണ്ടിയിട്ടുള്ള സപ്ലൈസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും എന്താ ജേണൽ പേജസും ജേണൽ കാര്യങ്ങളൊന്നും ഇടാത്തതെന്നുള്ളത്. വരും ദിവസങ്ങളിൻ്റെ ബാക്കി ചാനൽ പേജസൊക്കെ നിങ്ങൾക്ക് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ ചാനൽ ഇഷ്ടമുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. അപ്പോൾ ഇന്നത്തേക്ക് ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.